രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമ്മൾക്ക് അധ്യാത്മരാമായണം പരിചയമുണ്ട്. ആ അധ്യാത്മരാമായണം ദൈനംദിനം പാരായണം ചെയ്യുന്നവരാണ് അധികം പേരും. പഴയകാലത്ത് എല്ലാ പേരും അങ്ങനെയായിരുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരുണ്ട്. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും പാരായണം ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവമാണ്. നമുക്ക് അധ്യാത്മരാമായണം നല്ല പരിചയമാണ്, ഹൃദിസ്ഥമാണ്. ആ അധ്യാത്മരാമായണത്തിലെ കല്യാണത്തിന്റെ ചടങ്ങും ഈ ചടങ്ങുകളും ഇപ്പോൾ നാം നമ്മുടെ കുടുംബങ്ങളില് കല്യാണം നടത്തുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകളും നാം നേരിട്ട് ഒന്ന് പരസ്പരം ബന്ധിപ്പിച്ച് നോക്കണം. ഒരേ ചടങ്ങുകളാണ് എല്ലായിടവും നടക്കുന്നത്. അഗ്നിയെ ജ്വലിപ്പിക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ അഗ്നിയില് ജലവും അതേപോലെ തന്നെ പുഷ്പവും അർപ്പിക്കുന്നതും, തീർത്ഥവും പുഷ്പവും അഗ്നിക്ക് സമർപ്പിക്കുന്നതും നാം നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വധുവിന്റെ കരത്തെ വരന്റെ കയ്യിൽ രക്ഷകർത്താവ്, പിതാവ് അല്ലെങ്കിൽ ആ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന രക്ഷകർത്താവ് സമർപ്പിക്കുന്നത് നാം കണ്ടു. ഇന്നും അങ്ങനെ തന്നെയാണ്. താലി കെട്ടിക്കഴിഞ്ഞാൽ ആ താലി പരമപവിത്രമായിരിക്കുന്ന നമ്മുടെ യജ്ഞ സങ്കല്പത്തിന്റെ പ്രതീകമാണ്. അത് പരമാത്മ പ്രതീകവുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശയിക്കുന്ന ആലിലയുടെ ആകൃതിയാണതിന്. പ്രപഞ്ചം മുഴുവൻ അവിടെ ഒന്നായി നിൽക്കുന്നു. അങ്ങനെ പരബ്രഹ്മ പ്രതീകമായിരിക്കുന്ന, പരബ്രഹ്മവും മൂലപ്രകൃതിയും ഒന്നായി നിൽക്കുന്ന ആ താലിമാല കഴുത്തിൽ ചാർത്തിക്കഴിഞ്ഞാൽ പിന്നെ പുഷ്പഹാരം ആദ്യം വധു വരന്റെ കഴുത്തിൽ സമർപ്പിക്കും, പിന്നെ വരൻ വധുവിന്റെ കഴുത്തിൽ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉടവ കൊടുക്കുക എന്നുള്ളതായ ചടങ്ങുണ്ട്, വസ്ത്രം സമർപ്പിക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ഇതിന് ശേഷം നടക്കുന്നത് വധുവിന്റെ രക്ഷിതാവ് വരന്റെ കയ്യില് തന്റെ കുട്ടിയുടെ വധുവിന്റെ കരം സമർപ്പിക്കലാണ്, പാണിഗ്രഹണം. ഇതെല്ലാം ആ ജനകപുരിയിൽ നമ്മൾ കണ്ടു. താലി കെട്ടുക എന്നുള്ളതായ ചടങ്ങ് ഇതിൽ പ്രത്യേകമായി പറയുന്നില്ല. കൃത കൗതുകമംഗള എന്നൊക്കെ പറഞ്ഞു വെച്ചു, അതെല്ലാം ചുരുക്കി പറഞ്ഞു വെച്ചു. ബാക്കി എല്ലാ ചടങ്ങുകളും നാം അവിടെ കാണുന്നു. അവിടെ പാണിഗ്രഹണം എന്നുള്ളത്, പാണിഗ്രഹണം എന്ന് പറഞ്ഞാൽ തന്നെ വിവാഹം എന്നാണ് അതിന്റെ അർത്ഥം പൊതുവിൽ പ്രചാരത്തിലുള്ളത്. കാരണം വിവാഹത്തിലെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് പാണിഗ്രഹണമാണ്. ജീവിതകാലം മുഴുവൻ തന്റെ പത്നിയെ സംരക്ഷിക്കുവാനുള്ള ചുമതല വരന് അപ്പോൾ ഏൽപ്പിക്കപ്പെടുകയാണ്. തന്റെ സർവശക്തി കൊണ്ടും തന്റെ ബുദ്ധി കൊണ്ടും എല്ലാ പ്രകാരത്തിലും ഈ വധുവിനെ ജീവിതകാലം മുഴുവൻ ഒരു ദുഃഖത്തിനും ഇടവരുത്താതെ സമ്പൂർണമായി സംരക്ഷിക്കണം എന്നുള്ള ചുമതലയാണ് അതുവരെ ആ വധുവിനെ സംരക്ഷിച്ച പിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താവ് ഇപ്പോൾ ഇതാ വരന് പകരുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും സംരക്ഷണ ചുമതല നൽകപ്പെടുന്നതായ ചടങ്ങാണ് പാണിഗ്രഹണം. അത് കഴിഞ്ഞാലോ സപ്തപദീനം. ഇന്നും സപ്തപദീനം നാം ചെയ്യുമല്ലോ.
ആ അഗ്നിക്ക് ചുറ്റും, നിലവിളക്കിന് ചുറ്റും, നിലവിളക്കിരിക്കുന്ന വേദിക്ക് ചുറ്റും, വേദിക്കകത്ത്, ഇന്നത്തെ വേദിക്കകത്ത് നിലവിളക്കിന് ചുറ്റും നടക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നിലവിളക്കിനെയും വേദിയെയും കൂടി ഒരുമിച്ച് വരൻ വധുവിന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യും. പ്രദക്ഷിണം ചെയ്തിട്ട് രക്ഷകർത്താക്കളെ എല്ലാം, അച്ഛനമ്മമാരെ എല്ലാം, വധുവിന്റെ അച്ഛനമ്മമാരെയും വരന്റെ അച്ഛനമ്മമാരെയും എല്ലാ പേരെയും വന്ദിക്കും. എല്ലാ ഗുരുജനങ്ങളെയും വന്ദിക്കും. അതിന്റെ എല്ലാം തുടക്കമായിട്ട് നേരത്തെ തന്നെ അവർക്കെല്ലാം ദക്ഷിണ സമർപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം കൃത കൗതുകമംഗള എന്ന് തുടങ്ങിയതായ വർണ്ണനകൾക്കകത്ത് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അന്ന് ആ ജനകപുരിയിൽ നടന്ന അതേ കല്യാണമാണ് ഇന്നും നമ്മുടെ ഗൃഹങ്ങളില്, വിവാഹവേദികളിൽ നടക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. ഇതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. 1000 ആണ്ടുകൾ മുമ്പ് ജീവിച്ചിരുന്ന ഋഷിമാര് ഇന്ന് 1000 ആണ്ടുകൾക്ക് ശേഷം, 10,000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഭാരതത്തിൽ വരികയാണെങ്കിൽ അന്യദേശത്ത് താൻ പോയി പെട്ടു എന്ന ഒരു വിചാരം അവർക്കുണ്ടാവില്ല എന്ന്. കാരണം ഭാരതം സാംസ്കാരികമായി അതേ തനിമയെ നിലനിർത്തുന്നു. ഒരു വ്യത്യാസവുമില്ല. ഒരുപക്ഷെ വേഷങ്ങളിലെല്ലാം പുതിയ പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ടെന്നാല് നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യം നമ്മുടെ കണ്ടുപിടുത്തങ്ങളാല് അനേക രീതിയിൽ വികസിച്ചു വരുന്നു. അതിൻ്റെതായ മാറ്റങ്ങൾ വേഷഭൂഷാദികളിലും അലങ്കരണങ്ങളിലും ഒക്കെ ഉണ്ടാകാം. ഇന്ന് നമ്മൾ വാഹനങ്ങളില്, കാറുകളിലും ബസ്സുകളിലും ഒക്കെ ആയിരിക്കും വരന്റെ ആളുകൾ വധുവിന്റെ ഗൃഹത്തിലേക്ക് പോവുക, തിരിച്ച് വധുവിനെ കൊണ്ടുപോകുന്നതൊക്കെ ആ പ്രകാരത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ ആ വ്യത്യാസം നമ്മുടെ സകല ജീവിതത്തിലെ സകല കാര്യങ്ങളിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത് ഭൗതികമായ സാഹചര്യങ്ങളുടെ വ്യത്യാസം മാത്രം. അത് കല്യാണത്തിലുമുണ്ട്. രഥത്തിലും കുതിരപ്പുറത്തും ഒന്നുമല്ല ഇന്ന് വരുന്നതും പോകുന്നതൊക്കെ. ഇന്നും ഉത്തരഭാരതത്തില് വരനെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന രീതി പൂർണ്ണമായിട്ട് നിലവിലുണ്ട്. അപ്പോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യത്യസ്തതകൾ ഈ അലങ്കരണാദികളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചടങ്ങുകൾ, സങ്കല്പം അത് തന്നെയാണ്. അതാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ സംസ്കൃതിയെ പകർന്നു തന്ന ഋഷിമാർ ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ അന്യദേശത്ത് ചെന്ന് പെട്ടുപോയി എന്നൊരു വിചാരം അവർക്കുണ്ടാവില്ല. കാരണം ആ ഭാരതത്തെ, അവർ സൃഷ്ടിച്ച ആ ഭാരതത്തെ ഇന്ന് നേരിട്ട് അവർക്ക് ഇവിടെ കാണുവാനായി സാധിക്കും. ഇനി നമുക്ക് അധ്യാത്മരാമായണത്തിലേക്ക് വരാം. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട്. എല്ലാ അർത്ഥതലങ്ങളെയും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് വാൽമീകി രാമായണം വരുന്നത്. അതിന് ഭൗതികമായ അർത്ഥതലമുണ്ട്, അതിഭൂതമായ അർത്ഥതലമുണ്ട്, അതിദൈവമായ അർത്ഥതലമുണ്ട്, ആധ്യാത്മികമായ അർത്ഥതലമുണ്ട്. ഈ 14 ലോകങ്ങളിൽ ഓരോന്നിനും യോജിക്കുന്ന പ്രകാരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ വാൽമീകി രാമായണം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് പരിചയിച്ചിട്ടുള്ളതായ ഈ ഭൗതിക തലത്തിലെ അർത്ഥമാണ് നാം ഗ്രഹിക്കുക. ആദ്യം അങ്ങനെ തന്നെ ഗ്രഹിക്കണം. അത് കഴിഞ്ഞിട്ട് നാം വേദാന്ത ശാസ്ത്രാദികളും ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന പ്രമാണങ്ങളും ഒക്കെ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം അത് പഠിച്ചിട്ടുള്ളവരാണ്, കുറേയേറെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നിട്ടും മുത്തശ്ശിമാരിൽ നിന്നിട്ടും മുത്തശ്ശന്മാരിൽ നിന്നിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ മുൻനിർത്തി നാം നമ്മുടെ ഈ വിവിധങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ നാം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് ഈ വാൽമീകി രാമായണത്തിന്റെ സൂക്ഷ്മ മണ്ഡലങ്ങളിലുള്ള അർത്ഥം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. വേദാന്ത ശാസ്ത്രം കൂടി നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ വാൽമീകി രാമായണത്തിന്റെ ഭൂർലോക തലത്തിലും സ്വർലോക തലത്തിലും മഹർലോക തലത്തിലും ജനലോക, തപോലോക, സത്യലോക തലങ്ങളിലും പിന്നെയോ മായാതീത തലത്തിലുമുള്ളതായ അർത്ഥം നമുക്ക് പ്രകാശിച്ചു കിട്ടും. ഇതെല്ലാം കൂടി ഒരുമിപ്പിച്ച് ചേർത്താണ് ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന രാമനെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി
പറയുമ്പോ ഇതെല്ലാം ഇരിപ്പുണ്ട്. എന്തുകൊണ്ടെന്നാൽ ധർമ്മം എന്നുള്ളത് പരമാത്മാവാണ്. ആ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് ഈ കാണുന്ന ദശരഥപുത്രൻ എന്ന് പറഞ്ഞാൽ എല്ലാം ആയില്ലേ. അത് തൊട്ട് ഇതുവരെ എല്ലാം ഒന്നായി നിൽക്കുന്നു. വാൽമീകി രാമായണം ഭൗതിക തലത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അതിനെ ഭൗതിക തലത്തിൽ മാത്രം വ്യാഖ്യാനിച്ചാൽ പോരാ. തുടക്കത്തിൽ അങ്ങനെ തന്നെ വേണം, അങ്ങനെ പറ്റൂ. നാം എവിടെയാണോ നമ്മുടെ അറിവ് കൊണ്ട് നിൽക്കുന്നത് ആ തലത്തിൽ മാത്രമേ എന്തിനേയും മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ പഠിക്കണം. എന്താ പഠനത്തിന്റെ പ്രത്യേകത? നമ്മുടെ അറിവിന്റെ മണ്ഡലം എവിടെയാണോ നിലനിൽക്കുന്നത് അവിടെ നിന്ന് ഓരോ ചുവട് അറിവിന്റെ കൂടുതൽ കൂടുതൽ വിശാലമായ മണ്ഡലങ്ങളിലേക്ക് നീങ്ങുന്നതാണ്, മുന്നേറുന്നതാണ് പഠനം. നമ്മൾ അറിഞ്ഞു വെച്ചതിൽ നിന്നിട്ട് നമുക്കിനി പുതുതായിട്ട് അറിയേണ്ടതിലേക്കുള്ള ഓരോരോ ചുവട്, അതാണ് ഓരോ പഠനവും. അതാണ് 1-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച കുട്ടിയെയാണ് 2-ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടുന്ന പുസ്തകങ്ങളാണ് ആ കുട്ടിക്ക് പഠിക്കാനായി കൊടുത്തിരിക്കുന്നത്. 10-ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കുന്ന പുസ്തകങ്ങൾ 2-ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കില്ല. അതാണ്, അങ്ങനെ ഓരോ ചൂടായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ നാം ഭൗതികാർത്ഥതലം ആദ്യം ഗ്രഹിക്കണം. അവിടെ നിന്നിട്ട് പിന്നെ ക്രമേണ എന്നും ഈ ഭൗതിക മണ്ഡലത്തിൽ മാത്രം നിന്നാ പോരാ, എന്നും 1-ാം ക്ലാസ്സിൽ ഇരുന്നാ പോരാ. പിന്നെയോ എത്രയും വേഗം ആ അറിവ് പൂർണ്ണമാക്കിക്കൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നാം മുന്നേറണം. അങ്ങനെ പൂർലോക സ്വർലോകാദി തലങ്ങളിലുള്ള അർത്ഥവും നാം ഗ്രഹിക്കണം. അധ്യാത്മരാമായണം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, പേര് വ്യക്തമാക്കുന്നത് പോലെ തന്നെ വാൽമീകി രാമായണത്തിന്റെ ആധ്യാത്മിക അർത്ഥത്തെയാണ് നേരിട്ട് നമുക്ക് തരുന്നത്. ആ ആധ്യാത്മികമായ അർത്ഥം ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നു. ഈ ഭൗതികാർത്ഥം പെട്ടെന്ന് തോന്നിക്കുന്നതായ കഥയ്ക്കുള്ളിലും ആ കഥാപാത്രങ്ങളുടെ പേരുകൾക്കുള്ളിലും ആ കഥാപാത്രങ്ങളുടെ രൂപത്തിനുള്ളിലും ആ കഥാപാത്രങ്ങളുടെ ചലനത്തിനുള്ളിലും അവരുടെ പ്രവൃത്തിക്കുള്ളിലും എല്ലാം ആധ്യാത്മികാർത്ഥം നിറഞ്ഞിരിക്കുന്നു. അതിനെ കൂടാതെ കണ്ട് ഇതിനകത്ത് ഒരു കഥാപാത്രമോ ഒരു സംഭവമോ ഒരു വർണ്ണനമോ യാതൊന്നും തന്നെയില്ല. ആദ്യത്തെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് മുന്നോട്ട് നീങ്ങാം. മുന്നോട്ട് നീങ്ങിയാലോ പരമാവധി മുന്നോട്ട് നീങ്ങി അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോ ബ്രഹ്മജ്ഞാനം